ഹലോ വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ലോഗായിട്ടാണ്. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ എണീറ്റ് ഇതാ ഫാനൊക്കെ ഓഫ് ചെയ്ത് ജനലൊക്കെ തുറന്നിട്ട് അങ്ങനെ എണീറ്റങ്ങനെ ഉഷാറായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മഴയുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ആണെങ്കിലും ഇവിടെ എല്ലാ ദിവസവും മഴയുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കനെ ഞാൻ വിളിക്കുമ്പോൾ അവിടെ ടൗണിലൊന്നും അങ്ങനെ മഴയില്ല കേട്ടോ. എല്ലാ ദിവസവും ഒന്നും മഴയില്ല. പക്ഷേ ഇവിടെ എല്ലാ ദിവസവും കുറച്ച് സമയമാണെങ്കിലും കുറച്ചെങ്കിലും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എണീറ്റ് ഒന്ന് ഓക്കെ ആയതിനു ശേഷം ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റൂമിൽ കുറേ ലേസൊക്കെ തന്ന കുറേ കവർ ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം എമ്മിയും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. എമ്മി മോളെ നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കണം, അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ എമ്മി മോളും ഞങ്ങളെല്ലാവരും കൂടി ലേസൊക്കെ തിന്നിട്ട് കവറൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ. അപ്പോൾ ഞാൻ അതൊക്കെ പെറുക്കി നമ്മളെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എമ്മിയും അനിയത്തിയൊക്കെ ഇന്നലെ രാത്രി തന്നെ അവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസമാണ്. അപ്പം ഞാൻ വേഗം പണികളൊക്കെ തീർത്തിട്ട് വേഗം കുറച്ച് വായിക്കാനിരിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഞാനിതാ നമ്മളെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വേഗം ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വേസ്റ്റൊക്കെ കളഞ്ഞിട്ട്. പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കുകയാണ്. അങ്ങനെ റൂമൊക്കെ അടിച്ചു വാരി തുടച്ച് താഴത്തെത്തിയപ്പോഴേക്ക് ഉമ്മ താഴെ ബീഫ് ഒക്കെ കുക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാത്രി ഇക്ക വരും വീട്ടിലേക്ക്. കാരണം നാളെ എനിക്ക് CPC എക്സാമാണ്. അപ്പോൾ എക്സാമിന് എന്നെ നേരത്തെ പോവേണ്ടതുകൊണ്ട് എനിക്ക് പിന്നെ പോകേണ്ട സ്ഥലത്തിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇക്ക ഇന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് വരും കേട്ടോ. പിന്നെ നാളെ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇക്ക വരുന്നതുകൊണ്ട് തന്നെ ഉമ്മ രാവിലെ തന്നെ അതാ ബീഫ് വെച്ചിട്ട് എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ താഴത്തെത്തിയപ്പോഴാണ് ഉമ്മ പറയണത് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കണം, പുതപ്പൊക്കെ മാറ്റണം എന്ന്. അങ്ങനെ എന്തായാലും ഉമ്മൻ്റെ മരുമോൻ വരുന്നതല്ലേ, അപ്പം ഞാൻ വേഗം ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുകയാണ് ഉമ്മ പറഞ്ഞതുകൊണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് പുതപ്പൊക്കെ മാറ്റി വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, എന്നിട്ട് വേഗം പോയിട്ട് ഫ്രഷ് ആവണം. അതാണ് ഇനി അടുത്ത പരിപാടി എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ വേഗം ബാത്റൂമൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഉമ്മ താഴെ പൂളക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ നാട്ടിൽ ഈ ബീഫും പൂളയും കൂടി വെച്ചിട്ട് ഉള്ളൊരു സംഭവമാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. എല്ലായിടത്തിലും അങ്ങനെ തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇക്ക വരുന്നതല്ലേ അപ്പോൾ അതും ഉണ്ടാക്കാം. പിന്നെ ബീഫ് വരട്ടെ, അതും ഇക്കക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീഫ് കുറച്ച് ഫ്രൈ ചെയ്യുകയും ചെയ്യും. ഇപ്പം നമ്മളെ ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ബീഫ് കുറേ ഉണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ ബീഫ് വെച്ചിട്ട് ഇക്കൊക്കെ അവിടെ മൂരി ആ സംഭവമാണ് കിട്ടുക. ഇവിടെ പോത്തിൻ്റെ ഇറച്ചിയാണ് കിട്ടുക. അപ്പോൾ പോത്തിൻ്റെ ഇറച്ചി അവർക്ക് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പോത്തിൻ്റെ ഇറച്ചി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇക്ക വരുമ്പോഴേക്ക് പോത്തിനെ കൊണ്ടുള്ള ഈ വിഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് കേട്ടോ. ഞാനല്ല, ഉമ്മ. അപ്പോൾ ഉമ്മ അതിൻ്റെ പണികൾ താഴ്ത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി ബാത്റൂമൊക്കെ ക്ലീനാക്കി വേഗം ഫ്രഷായി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ ഫ്രഷായി വന്നപ്പോഴേക്ക് നമ്മളെ ബീഫൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇത് നമ്മളെ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള വലിയ പീസ്, എല്ലില്ലാത്ത വലിയ പീസ് ബീഫാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്ന് ഞാൻ നല്ല കുക്കായ ബീഫ് നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി നല്ല നീളത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മസാലയൊക്കെ തേച്ചിട്ട് വേഗം ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. രാത്രിയാണ് ഇക്ക വരിക. അപ്പോൾ രാത്രിയിൽ ഫ്രൈ ആക്കുക, അതുവരെ മസാല നന്നായിട്ട് ഇതിൽ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഉപ്പയ്ക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമോ ബീഫ് ഫ്രൈ ചെയ്താൽ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഫ്രൈ ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തള്ളി മറിക്കൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ റെസിപ്പി വീഡിയോ ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളെ മസാലയൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബീഫ്. ഇതാണ് ഞാൻ പറഞ്ഞ പൂളക്കറി കേട്ടോ. ഇതിൽ പൂളയും പച്ചക്കായും ബീഫൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിനി നന്നായിട്ട് കുക്കാക്കി കഴിഞ്ഞതിന് ശേഷം പൂളയും പച്ചക്കായും ബീഫും എല്ലാം കൂടെ നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് ഉടച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ അതൊരു കറി പോലെ ആവും, അതാണ് സംഭവം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത ഉമ്മൻ്റെ പരിപാടി എന്ന് പറയുന്നത് ബീഫ് വരട്ടലാണ്. ഉമ്മൻ്റെ ബീഫ് വരട്ടിയത് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ഇക്ക ഗൾഫിൽ പോയപ്പോഴാണെങ്കിലും എൻ്റെ ബ്രദേഴ്സ് ഗൾഫിൽ ആണെങ്കിലും ആ സമയത്തൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബീഫ്. കാരണം നല്ല ടേസ്റ്റാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഉമ്മൻ്റെ ഈ ഒരു ബീഫ്. അപ്പോൾ ഇക്ക ആദ്യമേ പറയായിരുന്നു പെരുന്നാളാവുന്ന സമയത്തെ ഈ പോത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ ഉമ്മൻ്റെത് വരട്ടിയത് കഴിക്കണമെന്ന്. അപ്പോൾ ഇക്കന്ന് വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ബീഫ് വരട്ടുകയാണ് കേട്ടോ. അങ്ങനെ ഉമ്മൻ്റെ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ
അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാർഡിലൊക്കെ കൊടുക്കുക. നിങ്ങൾ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പീസ് ആട്ടോ. 2 റെസിപ്പീസ് ഒരു വീഡിയോയിൽ തന്നെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കാണണം എന്നുള്ളവർ അത് പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുറച്ച് വായിച്ച് പിന്നെ ഒന്ന് കിടന്നുറങ്ങിപ്പോയി കേട്ടോ. എനിക്കങ്ങനെ ബുക്ക് കണ്ടാൽ അപ്പോൾ ഉറക്കം വരും. അങ്ങനെ പിന്നെ ഉറങ്ങി എണീറ്റ് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നമ്മളെ അല്ലാതെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ കുറച്ച് വായിച്ച്. അപ്പോൾ ഫുള്ള് വായിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ആ പോർഷൻസ് ഒന്നും വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ ആണെങ്കിൽ വായിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. നമ്മൾ എക്സാമിൻ്റെ തലേന്ന് ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറയുന്നത്. അങ്ങനെ ഇക്ക എത്താറായി, ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഇക്ക എത്താറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ ബീഫൊക്കെ വേഗം ഫ്രൈ ആക്കുവാണ്. ഇക്ക വന്ന് കയറിയ അപ്പം തന്നെ ചോറ് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ വിചാരിക്കണം. കാരണം ഇക്ക വന്നിട്ട് വേഗം തന്നെ കിടക്കണം. കാരണം നാളെ നേരത്തെ എണീറ്റ് പോകേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവാതെ വേഗം ഉറങ്ങാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ ഞാനും ഉമ്മയൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇക്കനെ. അങ്ങനെ നമ്മളെ ബീഫ് ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ഇക്കക്കും നന്നായി ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതാ ചോറും നമ്മുടെ ബീഫും കറിയും പൂളക്കറിയും പപ്പടവും എല്ലാം എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇക്ക വന്ന് കയറിയതിന് ശേഷം വേഗം ടേബിളിൽ എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കണേ. അങ്ങനെ പിന്നെ ഇക്ക വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാനും ഇപ്പയും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനിത് വേഗം ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് വേഗം ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഞാൻ വേഗം തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കിങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ടൂറ് പോകുക അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ടെൻഷനുള്ള കാര്യങ്ങൾ എക്സാം പോലത്തെ അങ്ങനെ ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക നമ്മൾക്ക് അലാറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഞാൻ വേഗം എണീക്കും. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ഞാൻ അലാറൊന്നും വെക്കാതെ തന്നെ വേഗം എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് എക്സാമാണ് എഴുതാൻ പോകുന്നത്, ഞാൻ എന്താ പഠിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മെഡിക്കൽ കോഡിംഗ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ എക്സാമായ CPC എക്സാമാണ് കേട്ടോ ഇപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ എക്സാം വരുന്നത് ജൂൺ 24-നാണ്. അപ്പോൾ ജൂൺ 24-ന് മോർണിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ ടെൻഷൻ ഇല്ലേന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട കേട്ടോ. എൻ്റെ ടെൻഷന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ സെൻറ്ററിലെത്തിയ സമയത്ത്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറ്റാവുന്നിടത്തോളം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ എണീറ്റ് പുറത്തേക്ക് വന്നപ്പോൾ നല്ല ഇരുട്ടാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി എക്സാമിന് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വേഗം തന്നെ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് സമയം വേഗം കുറച്ചൊന്ന് വായിക്കാം. അപ്പോൾ ബുക്സ് എന്തായാലും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള ബുക്സാണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വരുന്ന കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ അത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒന്ന് വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോഴേക്ക് ഇക്ക എണീറ്റ് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇക്കയും കൂടെ പത്തിരിയും നമ്മളെ ബീഫ് വരട്ടിയതും ബീഫ് ഫ്രൈയും ആണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീഫ് ഫ്രൈ ഒക്കെ ഞാൻ ഇന്നലെ കുറച്ച് ബാലൻസ് ബാക്കി വെച്ചതായിരുന്നു ഫ്രൈ ചെയ്യാതെ. അപ്പോൾ രാവിലെ വേഗം തന്നെ അത് ഫ്രൈ ആക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങുവാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ സെൻറ്ററിലേക്കാണ് പോയത്. 10 മണിക്കായിരുന്നു എക്സാം. പിന്നെ സെൻറ്ററിൽ എത്തിയത് മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ സെൻറ്ററിലെത്തിയവർ ബാഗും ഫോണൊക്കെ വാങ്ങി വെച്ച് പിന്നെ 4 മണിക്കൂർ നീണ്ട എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാം കഴിയുമ്പോഴേക്ക് 2 മണി ആയിട്ടുണ്ട്. അപ്പം സെൻറ്ററിലെത്തിയതിന് ശേഷം എത്തുന്നതോ അല്ലെങ്കിൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ആക്കിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല നല്ല ടെൻഷനായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. കാരണം ഫെയിലാവും, കുറച്ച് ടഫായിരുന്നു എക്സാം. അപ്പോൾ ഫെയിലാവുമോ എന്നുള്ള ടെൻഷൻ കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇക്കന്നെ വന്ന് പിക്ക് ചെയ്ത് ഞാനിതാ ബസ്സിൽ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവാണ്. റിസൾട്ടൊക്കെ വന്നിട്ട് തിരിച്ച് ഇക്കൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഞാനിതാ ബസ്സിൽ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫോണിലൊരു അലാറം വന്നതാണ് കേട്ടോ. ഈ അലാറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ദിവസങ്ങളിൽ ഈ ഉച്ചയ്ക്ക് 2 മണി 2:30 സമയത്തൊക്കെ ചില സമയത്ത് ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ക്ലാസ് ഉണ്ടോ എന്നുള്ള ചില ദിവസം ഞാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലാറം വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ അലാറമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ അലാറം വന്നപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ മുതൽ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു
10 മണി വരെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് രാവിലെ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു മിഡ് നൈറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ഇന്ത്യൻ സമയം ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ നമ്മളെ റിസൾട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ 10 മണി വരെ വെയിറ്റ് ചെയ്ത് പക്ഷേ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുലർച്ചെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് എനിക്ക് എന്തോ എക്സാം റിസൾട്ട് വന്നെന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആപ്പിൽ കയറി നോക്കിയപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ് പാസ്സായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ സമയത്ത് 4 മണി സമയത്തല്ല, അപ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഉമ്മനെ വിളിക്കേണ്ടെന്ന് വിചാരിച്ചതിനു എന്തായാലും ഉമ്മനെ വിളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉമ്മനെ വിളിച്ച് എക്സാം പാസ്സായത് പറഞ്ഞു. അപ്പോൾ ഉമ്മ അങ്ങനെ ഉമ്മൻ്റെ സന്തോഷം എന്നോട് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു. 1000 അള്ളാഹു സമയത്ത് എല്ലാവരും സമയം 1:20 ഞാനായിട്ട്